അനുമോളും റെനയും തമ്മിലൊരു വലിയ ഒരു കോണ്ടന്റ് ക്രിയേറ്റഡ് ആയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവര് ഈ പണിപ്പുര ടാസ്കിൽ രണ്ടാമത്തെ റൗണ്ടിൽ എഗെയിൻ ഒരു ഡിബേറ്റ് ആയിരുന്നു വന്നത്, അനുമോളും റെനയും തമ്മിൽ. ഞാൻ പറയാൻ പോകുന്നത് ആ ഡിബേറ്റിനെ കുറിച്ചേ അല്ല, മറ്റൊരു ഡിബേറ്റ് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ നടന്നു കഴിഞ്ഞു ലൈവില്. അവിടെ ജഡ്ജസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം തൊട്ടേ റെനയും അനുമോളും മാത്രമായിരുന്നു. ഇന്ന് ഈ ഒരു ഡിബേറ്റ് കഴിയുമ്പോൾ എനിക്ക് റെനയോട് ആ ഉണ്ടായിരുന്ന ദേഷ്യം പോയി, അത് ഞാൻ ഉറപ്പിച്ച് പറയാം. പക്ഷേ ആ ഇഷ്ടമില്ല, പിന്നെ ആ ഒരു കൊഞ്ഞണം കുത്തൽ സ്വഭാവത്തിനോടും താല്പര്യമില്ല. എങ്കിലും പറയാം, റെന ഇന്ന് മാന്യമായിട്ട് അനുമോളോട് സംസാരിച്ച ഒരു രീതി, ഞാൻ 2 ദിവസത്തിന് മുന്നേ അനുമോളെ ചൊറിഞ്ഞോണ്ട് അടുക്കളയിലേക്ക് വന്ന റെനയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്നും ഞാൻ പറഞ്ഞു, ഈ പറയുന്ന റെനയും അനുമോളും, ചിലപ്പോൾ അനുമോളും ജിസയിലും ഒക്കെ ഒന്ന് കൂട്ടുകൂടിയിരുന്നുവെങ്കിൽ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് എത്താനും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ചിലപ്പോൾ അതിലേക്ക് വഴി മാറാം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഏതായാലും ശരി, എന്താണ് സംഭവം എന്ന് നോക്കാം. പണിപ്പുര ടാസ്കിൽ നടന്ന സംഭവത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇതിപ്പോൾ പെട്ടെന്നൊരു അർജൻസി തോന്നിയത് കൊണ്ട് ഞാൻ പറയാൻ വന്നതാണ്. ഈ ഒരു ടാസ്കിന് ശേഷം റെനയും അനുമോളും കൂടെ ഡൈനിങ് ഏരിയയിൽ രണ്ടുപേരും അടുത്തടുത്തിരുന്ന് വളരെ സമാധാനത്തോടെ ഒരു ടാസ്ക് ആയിട്ടോ ഒരു കോണ്ടന്റ് ആയിട്ടോ ഒന്നുമല്ലാതെ അനുവും റെനയും കൂടി ഈ പറയുന്ന ചേട്ടാ ചേച്ചി അങ്കിൾ വിളിയെക്കുറിച്ചുള്ള, അതായത് റെസ്പെക്റ്റോടുകൂടി മുതിർന്നവരെ വിളിക്കുന്ന വിളിയെക്കുറിച്ചുള്ള ഒരു ഡിബേറ്റ് നടക്കുകയാണ്. രണ്ടുപേരും വളരെ മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരു ചർച്ച. അത് നമുക്കും ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ നമുക്കും ഭയങ്കര ഹെൽത്തി ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ റെനയുടെ ഭാഗം എന്ന് പറയുന്നത്, റെസ്പെക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നതനുസരിച്ച് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ചേട്ടാ ചേച്ചി അങ്കിൾ എന്നൊക്കെ വിളിച്ചാലേ റെസ്പെക്റ്റ് ആകൂ എന്നത് റെനയ്ക്ക് ഒരു പോയിന്റ് അല്ല. അതുമാത്രമല്ല, ഈ പറഞ്ഞ അടുക്കളയിൽ അന്നുണ്ടായ വഴക്ക്, അതിൽ റെനയുടെ ഭാഗം ന്യായീകരിക്കുന്നുണ്ട്. റെന തന്നെ പറയുന്നുണ്ട്, ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്, ഇവിടെ ഞാൻ മനഃപൂർവ്വമായിട്ട് തന്നെയാണ് അനുമോളോട് അല്ലെങ്കിൽ അനുചേച്ചിയോട് വന്നത്, അവിടെ വഴക്കുണ്ടാക്കാനായിട്ട് തന്നെ വന്നതാണ്, ഇറിറ്റേറ്റ് ചെയ്യാനാണ് വന്നതെന്ന് വഴക്കിന്റെ ഇടയിലും റെന അത് പറഞ്ഞിരുന്നു. അപ്പോഴും അനുമോള് ശരിക്കും പറഞ്ഞാൽ, അത് ഞാൻ ഓൾറെഡി ഒരു കമന്റിൽ ഞാൻ റിപ്ലൈ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനുമോള് നിൽക്കുന്നത് ഗെയിം കളിക്കാൻ അല്ല ഗൈസ്. അനുമോൾ എന്ന് പറഞ്ഞൊരു വ്യക്തി പുറത്തെന്താണോ അതാണ് അകത്ത്, അതാണ് ജെനുവിനായിട്ട് നിൽക്കുന്ന അനുമോള്. അനുമോള് കുറച്ചൊക്കെ കുലസ്ത്രീയാണ്. ഓൾമോസ്റ്റ് നമ്മുടെ ഒരു 90s കിഡ്സിനകത്തൊക്കെ വരും. അതായത് അനുമോൾക്കും എനിക്കും ഒരേ ഏജാണ്, 30 എത്തിയിട്ടുണ്ട്. അപ്പം അനുമോളുടെ ഒരു ഉള്ളിൽ ഈ സീരിയൽ ഓഡിയൻസിൻ്റെ ഇടയിൽ 11 വർഷമായിട്ട് സീരിയലാണ്. അതായത് അനുമോളിൻ്റെ ഒരു സ്പേസ് എന്ന് പറയുന്നത് സീരിയലാണ്. സീരിയൽ എന്ന് പറയുമ്പോൾ തന്നെ കുറച്ചധികം കുലസ്ത്രീ അല്ലെങ്കിൽ കുറച്ച് ഒതുക്കം, അടക്കം, ആ ഒരു കുലസ്ത്രീ എന്ന് പറയുന്ന വാക്കിനെ അർത്ഥവത്താക്കുന്ന തരത്തിലാണ്. അപ്പോൾ അനുമോൾ അങ്ങനെയാണ്. കുലസ്ത്രീ ഒരിക്കലും ഒരു മോശം വാക്കൊന്നും അല്ലല്ലോ. അതായത് ആ ഒരു കുലത്തിന് പറ്റിയ ഒരു സ്ത്രീയെ പോലെയാണ്. പക്ഷെ റെന 19 വയസ്സേ ഉള്ളൂ, ഇന്നത്തെ ജനറേഷനാണ്. റെനയുടെ ഒരു ആറ്റിറ്റ്യൂഡ്, പേഴ്സ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആണ്. അനുവിൻ്റെ പേഴ്സ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആണ്. രണ്ടുപേരുടെയും പേഴ്സ്പെക്റ്റീവ്സ് ആണ് അവിടെ പറയുന്നത്. 30 വയസ്സുള്ള അനുവും 19 വയസ്സുള്ള റെനയും. പക്ഷെ പറയുമ്പോൾ അനുവിൻ്റെ ചെറിയ പ്രശ്നം എന്ന് പറയുന്നത്, അനുമോൾ എടുത്തു പറയുന്നുണ്ട്, ഇത് നമ്മൾ ബിഗ് ബോസിനകത്താണെങ്കിലും പുറത്താണെങ്കിലും നമ്മളുടെ ബേസിക് മാനേഴ്സ് ഇല്ലേ എന്ന്. അവിടെയാണ് അനുമോൾക്ക് തെറ്റുന്നത്. അനുമോൾക്ക് റെന പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അനുമോൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് അനുമോളുടെ തെറ്റ്. അനുമോൾ ഈ പറഞ്ഞത് അനുമോൾ നല്ലതായതുകൊണ്ട്, അത് റെന പറയുന്നുണ്ട്, വേറൊന്നുമല്ല. സംഭവം ഇതാണ്, പുറത്താണെങ്കിലും അനുമോൾ എല്ലാവരെയും റെസ്പെക്ട് ചെയ്തിട്ടാണ് വിളിക്കാറ്. ദേഷ്യം വന്നാൽ പോലും ചേട്ടാ അല്ലെങ്കിൽ അങ്കിളെ എന്നുള്ള രീതിയിലാണ് അനുമോൾ സംസാരിക്കാറ്. അതേ കണക്കല്ല റെന സംസാരിക്കുക. അനുമോൾക്ക് ഇപ്പം ഒരു വ്യക്തി, ഇപ്പം ഒനീൽ വന്ന് അനുമോളുടെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ അക്ബർ, അപ്പാനി ഇവരുടെ അടുത്തൊക്കെ അനുമോൾ ടെമ്പേർഡ് ആയ സമയത്ത് പോലും ഒരു പരിധിയിൽ കൂടുതൽ അനുമോൾ അവരുടെ അടുത്ത് എടാന്ന് പറഞ്ഞിട്ട് ചീത്ത വിളിക്കാൻ പോയിട്ടില്ല. അക്ബർ അങ്ങോട്ട് ചെല്ലുന്നതിനനുസരിച്ച് ഒരു വിധം ഒഴിഞ്ഞു മാറാനൊക്കെ തന്നെയാണ് അനുമോൾ ശ്രമിച്ചത്. അപ്പോൾ അനുമോളുടെ ഒരു കുലസ്ത്രീ അതവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അനുമോള് ജിസേലിന്റെ വസ്ത്രധാരണത്തെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ നെവിന്റെ പെരുമാറ്റത്തെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളും, ഇപ്പൊ അക്ബറിന്റെ നോട്ടം എന്നൊക്കെ അനുമോള് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് നമ്മുടെ ഷാനവാസ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതേപോലൊരു, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഷാനവാസ് ഒരു കുലപുരുഷനാണ്, അതേപോലെ അനുമോൾ ഒരു കുലസ്ത്രീയാണ്. പക്ഷെ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ഓഡിയൻസ് ഉണ്ട്. അതായത് അനുമോൾ ഇങ്ങനെയാണ് എന്ന് കാണാൻ ഇരിക്കുന്ന ഓഡിയൻസ് ഉണ്ട്. അതേസമയം റെന പറയുന്ന ഒരു പോയിന്റ്, അതൊരു നല്ല പെർസ്പെക്റ്റീവാണ് റെന പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു വ്യക്തിക്ക് റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ള അർത്ഥം എന്താണ്? ആ വ്യക്തിയുടെ ഏജ് അനുസരിച്ച് ചേട്ടാ ചേച്ചി എന്ന് വിളിച്ചാൽ റെസ്പെക്റ്റ് ആകുമോ?
അതാണ് എൻ്റെ ചോദ്യം. അവിടെയാണ് അനുമോൾക്ക് തെറ്റുപറ്റുന്നതും റെന അവിടെ ശരിയാകുന്നതും. അവിടെ റെന പറയുന്നത് കറക്റ്റാണ്. അതായത് ആദിലയും നൂറയും ഷാനവാസും ഇപ്പൊ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അവരും ഈ പറഞ്ഞ പോയിന്റിൽ അനുമോളെ ഉപദേശിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് റെന പറയുന്നുണ്ട്, ചേച്ചിക്ക് അങ്ങനെ ഒരു ഗുഡ് ക്വാളിറ്റി ഉണ്ട്, പക്ഷെ അത് ഇതിനകത്ത് വേണ്ടല്ലോ, ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്, നമ്മൾ വീട്ടിൽ പെരുമാറുന്ന കണക്കാണോ എന്ന് എടുത്തെടുത്ത് റെന ചോദിക്കുകയാണ്. ഇനി അടുത്ത ഒരു ടോപ്പിക് ഇവർ തമ്മിൽ സംസാരിച്ചിട്ടുള്ളതിൽ ഡിബേറ്റ് ആയി പോയ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, അന്ന് കിച്ചണിൽ വന്നിട്ട് എന്നോട് എന്തിനാ അങ്ങനെ സംസാരിച്ചത്, ഞാൻ ചപ്പാത്തിക്കള്ളി എന്ന് എന്തിനാണ് റെന സംസാരിച്ചത് എന്നിങ്ങനെ നമ്മുടെ അനുമോൾ എടുത്തെടുത്ത് അങ്ങ് ചോദിക്കുകയാണ് റെനയെടുത്ത്. സത്യം പറഞ്ഞാൽ ആ ടോക്കിന്റെ ആവശ്യം അനുമോൾക്ക് നല്ലതല്ല. കാരണം എന്ന് വെച്ചാൽ ഇത് റെന മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത ഒരു കോണ്ടന്റ് ആണെന്ന് റെന തന്നെ പറയുന്നു. അപ്പൊ റെന അത് പറഞ്ഞ് അനുമോളോട് പറഞ്ഞ് റെനയുടെ ഭാഗം അങ്ങ് ന്യായീകരിക്കുകയാണ്. അനുമോൾക്കപ്പം മനസ്സിലാകുന്നില്ല ഇവിടെ ശരി ഏത് തെറ്റേത്, അനുമോൾക്ക് അറിയില്ല. ഒന്നാമത്തെ കാര്യം, അനുമോൾക്ക് ഒരാളടുത്ത് വാദിച്ച് സംവാദം അല്ലെങ്കിൽ ഡിബേറ്റ് ചെയ്ത് നിൽക്കാനുള്ള കഴിവ് അനുമോൾക്കില്ല. അനുമോൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഉറക്കെ വിളിച്ചു പറയാനുള്ളൊരു കഴിവുണ്ട്, തൻ്റെ ഇടവും ഉണ്ട്, മിടുക്കും ഉണ്ട്. പക്ഷെ ഇതുപോലുള്ള സംവാദങ്ങൾ വരുമ്പം പുള്ളിക്കാരി ആ കുലസ്ത്രീയുടെ ആ ഒരു ചിന്താഗതിയിൽ ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ ഒരു പ്രേക്ഷകരുടെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ എന്നല്ല, ഒരു സമൂഹത്തിന്റെ മുഴുവൻ നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളത് അനുമോളുടെ ഒരു ആവശ്യമാണ്. അതായത് നമ്മൾ പൊതുവെ സമൂഹത്തിൽ പഠിച്ചു വെച്ചിരിക്കുന്ന കുറെ ഗുഡ് ക്വാളിറ്റീസും ഗുഡ് വാല്യൂസും ബാഡ് വാല്യൂസും ഉണ്ട്. നമ്മൾ ഇങ്ങനെ പറയും, മുതിർന്നവരെ കാണുമ്പോൾ റെസ്പെക്റ്റ് ചെയ്ത് എഴുന്നേറ്റ് നിൽക്കണം, അച്ഛൻ വരുമ്പോൾ നമ്മൾ പേടിച്ച് എഴുന്നേറ്റ് നിൽക്കണം. ഇതൊരു സമൂഹം നമ്മളെ പഠിപ്പിച്ചിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഇന്ന് ആ സെയിം സംഭവം ഇന്നൊരു സമൂഹം ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇവിടെയാണ് റെനയും അനുമോളും തമ്മിൽ ആ കറക്റ്റ് ജനറേഷൻ ഗ്യാപ്പ് അത് കറക്റ്റായിട്ട് വിസിബിൾ ആകുന്നത്. ഇപ്പം ഒരു 90s അല്ലെങ്കിൽ ഈ ഒരു 30 വയസ്സുള്ള എല്ലാവരും അനുമോളെ പോലെ ചിന്തിക്കും എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അനുമോള് സ്റ്റിൽ ആ പഴയ വാല്യൂസും അതേപോലെ വീട്ടുകാരൊക്കെ പഠിപ്പിച്ച് തന്നിട്ട് നമ്മൾ അങ്ങനെ, അത് അനുമോളുടെ അഭിനയമോ അല്ലെങ്കിൽ അനുമോൾ അവിടെ ഡ്രാമ എടുത്ത് ഗുഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് കിടന്ന് പറയുകയോ വാദിക്കുകയോ അല്ല. അത് അനുമോളുടെ ഒരു തെറ്റിദ്ധാരണയാണ്, അനുമോളുടെ പേഴ്സ്പെക്റ്റീവാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് പക്വതയോടെ റെന അത് സംസാരിക്കുന്നുണ്ട്. അതെനിക്ക് റെനയുടെ ആ ഒരു ഗുഡ് ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ പിന്നെ രണ്ടാമത്തെ അല്ല അടുത്ത ഒരു കാര്യമായിട്ട് റെനയും അനുമോളും സംസാരിക്കുന്നത് ഒനീൽ ചേട്ടൻ്റെ അടുത്തും അതുപോലെ മുൻഷി ചേട്ടൻ്റെ അടുത്തും ഒക്കെ നമ്മുടെ റെന സംസാരിച്ച രീതിയെ അനുമോള് ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പം റെന പറയുന്നുണ്ട്, ഒനീൽ ചേട്ടൻ എൻ്റെ അടുത്ത് സംസാരിച്ചത് വളരെ മോശമായിട്ടാണ്, നീ പേടി നീ സെർലാക്കാണ്, നിനക്കൊരു ബോധമില്ലാത്ത, അങ്ങനെ കുറേ അധികം ഒരുമാതിരി ജെൻസി പിള്ളേരെ മുഴുവൻ നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരു രീതിയിലാണ് ഒനീലിൻ്റെ ടോക്ക് വന്നത്. അതിനെ വ്യക്തമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ട് റെന പറയുന്നുണ്ട്, എന്നോട് അങ്ങനെ സംസാരിച്ചത് കൊണ്ട് ഞാനും അങ്ങനെ സംസാരിക്കൂ എന്ന്. അപ്പോൾ ഉടനെ എഗെയിൻ അനുമോൾ പറയാണ്, എന്നാലും നിന്റെ വാപ്പാടെ പ്രായമില്ലേ ഒനീൽ ചേട്ടന്? തിരിച്ച് റെന പറയുന്നത്, എൻ്റെ വാപ്പ ഇങ്ങനെ സംസാരിക്കില്ല. പിന്നെ വാപ്പാടെ പ്രായമാണെങ്കിലും റെന മറ്റൊരു പോയിന്റ് പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടുകാർ, നമ്മുടെ കുടുംബക്കാർ, ഇപ്പം വാപ്പ, ഉമ്മ അല്ലെങ്കിൽ ഉമ്മിച്ചാമ്മ, വാപ്പിച്ചാമ്മ എന്നൊക്കെ പറയുന്ന വ്യക്തികൾ നമ്മുടെ അടുത്ത് ഒരു പരിധി വരെ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ ആ നിമിഷം നമ്മൾ ചിലപ്പോൾ പ്രതികരിക്കത്തൊന്നുമില്ല, അല്ലെങ്കിൽ പ്രതികരിക്കുന്ന രീതി കുറച്ചുകൂടെ ഒന്ന് ലൈറ്റ് ആക്കും. ഏതെങ്കിലും വഴി പോകുന്ന ഏതെങ്കിലും ഒരു കിളവനോ അല്ലെങ്കിൽ വയസ്സായ അല്ലെങ്കിൽ നമ്മളെക്കാട്ടി ഒരുപാട് വയസ്സുള്ള ഒരാൾ നമ്മുടെ മുമ്പിൽ ഇപ്പം ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ, ട്രെയിനകത്തോ ബസ്സിനകത്തോ ഒക്കെ ഒരു വയസ്സായ ഒരുത്തൻ വന്നിട്ട് നമ്മളടുത്ത് ഒരു അബ്യൂസീവ് ആയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള പ്രവൃത്തി, ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ, സെക്ഷുവലി നമ്മളെ അബ്യൂസ് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും കാണിച്ചാൽ, അതെന്തെങ്കിലും ഒരു പ്രവൃത്തി അവിടെ നടത്തിയാൽ, ഈ പറയുന്ന അനുമോള് അങ്കിളെ എന്തോ ഈ കാണിക്കുന്നേ എന്ന് ചോദിക്കില്ലല്ലോ. അതാണ് റെന അവിടെ ഉദ്ദേശിക്കുന്നത്. അത് റെനയുടെ പറയുന്ന രീതിയിൽ റെന അത് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് നമ്മുടെ അടുത്ത് ഒരു വ്യക്തി, ഇനി ഒരു എക്സാമ്പിൾ കൂടെ പറയാം. അതായത് നമ്മളെക്കാൾ വയസ്സിന് താഴ്ന്ന ഒരു കുട്ടി ഇപ്പം അനുമോള് റെനയോട് തന്നെ എന്നെക്കാട്ടി ഇളയതാണ് എന്ന് കരുതിയിട്ട് അനുമോള് റെനയെടുത്ത് എടി പോടി എന്നൊക്കെ കിടന്ന് വിളിക്കുന്നത് ശരിയാണോ? വയസ്സിന് കൂടുതലാണെങ്കിലും വയസ്സിന് കുറവാണെങ്കിലും കൊടുക്കേണ്ട റെസ്പെക്റ്റ് എല്ലാവർക്കും കൊടുക്കണം. പക്ഷേ അവർ നമ്മുടെ അടുത്ത് പെരുമാറുന്ന രീതിയും കൂടെ മനസ്സിലാക്കി നമുക്ക് തോന്നുന്ന കണക്കുള്ള റെസ്പെക്റ്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അവിടെ അനുമോള് പക്ഷെ അങ്ങനെയല്ല പഠിച്ചു വെച്ചിരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു മേ ബി പഴയ ആ ഒരു ഫാമിലി അങ്ങനെ ഒരു കൾച്ചറിൽ നിന്ന് വരുന്നത് കൊണ്ടായിരിക്കാം അനുമോളിന് അങ്ങനെ ഒരു രീതി, അങ്ങനെ ഒരു സംസാരം. ഏതായാലും ഷാനവാസ് ഇടപെടുന്നുണ്ട്. പക്ഷെ ഷാനവാസ് ഇടപെടുമ്പോൾ എനിക്ക് കോമഡിയാണ് തോന്നിയത്. അതായത് ഷാനവാസ് അനുമോളെയാണ് ശരിയാക്കാൻ ശ്രമിക്കുന്നത്. അനുമോളെ അങ്ങനെ നീ പറയരുത്, പ്രായത്തിൻ്റെത് വേറെയാണ്, പകരം പേര് വിളിക്കുന്നത് കൊണ്ട് റെസ്പെക്റ്റ് ആകില്ല,
ഇതൊക്കെ ഷാനവാസും പറയുന്നുണ്ട്, ആദിലയും സംസാരിക്കുന്നുണ്ട്. അത് ആദിലയുടെ പെർസ്പെക്റ്റീവും റെനയുടെ പെർസ്പെക്റ്റീവും ഒക്കെ ഒരുപോലെ തന്നെ. ഷാനവാസ് ഇത് പറയുമ്പോൾ, ഷാനവാസ് റെനയ്ക്ക് സപ്പോർട്ടായിട്ട് പറയുമ്പോൾ ഷാനവാസ് നടത്തുന്ന കുറച്ച് കുലപുരുഷൻ പെരുമാറ്റമുണ്ട്. ജിസേലിന്റെ വസ്ത്രധാരണം, ഇത് കണക്ക് കുറേ കാര്യങ്ങളുണ്ട്. അക്ബർ ജിസേലിനെ നോക്കിയത് ശരിയായിട്ടല്ല, നമുക്ക് ഇപ്പൊ എഴുതി തരാൻ പറ്റത്തില്ലല്ലോ, നമ്മളെ നോക്കിയത് മോശമായിട്ടാണ് എന്ന് ഇപ്പം നോട്ടം കിട്ടുന്ന വ്യക്തി ജിസേലിനെ നോക്കിയത് ശരിയായിട്ടല്ല എന്ന് ജിസേലിന് തോന്നിയാ ചോദിക്കാം. അക്ബർ എന്നെ നോക്കിയ നോട്ടം എനിക്ക് ശരിയായിട്ട് തോന്നിയില്ല, അതെനിക്കൊരു ബാഡ് ലുക്കായിട്ട് ഫീൽ ചെയ്തു എന്ന്. പക്ഷേ അക്ബർ അവിടെ ഇരുന്ന് ജിസേലിനെ നോക്കുന്നത് മാറി നിന്ന് കാണുന്ന ഷാനവാസ്. അത് ശരിയായി തെറ്റായി പോയി എന്ന് അതെങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റും? എന്ത് അളവിൽ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും? ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇതിൻ്റെ ഒരു പക്ഷം പറയുക എന്ന് പറയുന്നത്. ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇത്. ഞാനിപ്പോൾ ഈ പറഞ്ഞത് ഒരു ചെറിയ വീഡിയോയ്ക്കകത്തുള്ളതേ ഉള്ളൂ, പക്ഷെ ഒരു ലോങ് ടൈമിലേക്ക് ലൈവിൽ റെനയും അനുമോളും തമ്മിൽ ഒരു നല്ലൊരു കോൺവെർസേഷൻ, ഒരു വഴക്കും ഇല്ല, നന്നായിട്ട് സംസാരിക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. ഞാനത് ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം, അനുമോള് പറഞ്ഞ കണക്ക് വെറുതെ ചേട്ടാ ചേച്ചി വിളിച്ചാൽ റെസ്പെക്റ്റ് ആകുമോ എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കുക. അതുപോലെ അനുമോളുടെ ഇപ്പോഴും എനിക്ക് അനുമോളോട് ഇപ്പൊ റെന വന്ന് സംസാരിക്കുന്നു, ഇത് കണ്ടിട്ടും എനിക്ക് അനുമോള് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ, അതായത് മീൻസ് ബിഗ് ബോസിനകത്ത് നല്ലൊരു കോണ്ടന്റ് തരുന്ന ഒരു ഗുഡ് പ്ലെയർ തന്നെയാണ്. പക്ഷെ ഇതേ കണക്കുള്ള മണ്ടത്തരങ്ങളൊക്കെ അനുമോള് പറയുന്നുണ്ട് എന്നുകൂടി എനിക്ക് അഭിപ്രായമുണ്ട്. റെന അതേസമയം നല്ലൊരു പ്ലെയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോഴും ആ പറയുന്ന ആര്യൻ ജിസേൽ എന്നൊക്കെ പറഞ്ഞാണ് നിൽക്കുന്നത്. ഇതേപോലെ ഇന്നിപ്പോൾ അനുമോളോട് സംസാരിച്ച പോലെ റെന ഇതേ കണക്ക് പെരുമാറാനൊക്കെ തുടങ്ങി നല്ല കോണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഗുഡ് പ്ലെയർ ആയിട്ട് റെനയ്ക്കും മാറാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണം. അപ്പോൾ ഞാൻ പോയേച്ചും വരാം. ബൈ.